ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്ന ഈ പക്ഷിയുടെ പേരാണ് മുഴയൻ താറാവ്. ഇംഗ്ലീഷിൽ ഈ പക്ഷിയുടെ പേര് നോബ് ബിൽഡ് ഡക്ക് എന്ന് പറയും. കോമ്പ് ഡക്ക് എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. കേരളത്തിൽ 550-ലേറെ ഇനത്തിലുള്ള പക്ഷികളുണ്ട്. ഇതിൽ ജലപക്ഷികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളാണ് നമ്മുടെ ഈ മുഴയൻ താറാവ്. ഇത് വളരെ ദൂരം പറക്കാൻ കഴിവുള്ളൊരു പക്ഷിയാണ്. ഇത് അത്ര അധികം കാണപ്പെടുന്ന ഒരു പക്ഷിയല്ല. ഇപ്പം നമ്മൾ കാണുന്നത് ഈ പക്ഷി ഇര പിടിക്കുന്ന രംഗമാണ്. വെള്ളത്തിലിങ്ങനെ നീന്തുകയും നീന്തുന്നതിനിടയ്ക്ക് തല കീഴായി നിന്ന് വെള്ളത്തിനടിയിൽ നിന്ന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്യും. കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ പക്ഷികളെ കാണാം. വലിയ തടാകങ്ങളും ചതുപ്പ് നിലങ്ങളൊക്കെയാണ് ഈ പക്ഷിയുടെ ആവാസ കേന്ദ്രം. ഇത് വളരെ വലിപ്പമേറിയ ഒരു താറാവ് വർഗ്ഗക്കാരനാണ്. 56 മുതൽ 76 സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം ഉണ്ടാവും. ചിറക് വിരിച്ചു കഴിഞ്ഞാൽ 116 മുതൽ 145 സെൻറ്റിമീറ്റർ വരെയാണ് അത് നീളം ഉണ്ടാവുക. ഇത് ഏകദേശം 1 കിലോ മുതൽ 3 കിലോയുടെ അടുത്ത് വരെ ഇവയ്ക്ക് ഭാരവും ഉണ്ടാവും. ഈ പക്ഷികളിൽ ആൺപക്ഷികളിലെ കൊക്കിൻ്റെ മുകളിലൊരു മുഴ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ മുഴയൻ താറാവ് എന്ന് വിളിക്കുന്നത്. ഈ പക്ഷികൾ പൊതുവെ മനുഷ്യ സമ്പർക്കം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിലും ചതുപ്പ് നിലങ്ങളിലൊക്കെ മനുഷ്യന് എത്തിപ്പെടാൻ എളുപ്പമുള്ളതിലും വളരെയധികം ദൂരത്തിലാണ് ഇവ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവ ദൂരെ ഇരിക്കുന്നത് കണ്ടെത്താനും തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ബൈനോക്കുലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. പൊതുവേ ചെറു കൂട്ടങ്ങളായിട്ടാണ് ഈ പക്ഷികളെ കാണുന്നത്. ചില സമയങ്ങളിലൊക്കെ മറ്റ് ചില പക്ഷികളായ ചൂളനെരണ്ട അതുപോലുള്ള പക്ഷികളുടെ കൂട്ടത്തിലൊക്കെ ഇവയെ കാണാം. ഈ പക്ഷിയുടെ പുറംഭാഗം നല്ല തിളക്കമുള്ള കറുപ്പ് നിറത്തിലാവും. തലയും കഴുത്തും അടിഭാഗമൊക്കെ വെളുപ്പ് നിറത്തിലാവും. തലയിലും കഴുത്തിലൊക്കെ കറുത്ത പുള്ളികളും ഉണ്ടാവും. കാലുകളുടെ നിറം കറുപ്പാണ്. മുഴയൻ താറാവ് പൊതുവെ വളരെ ശബ്ദം കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാണ്. മരങ്ങൾക്ക് മുകളിലുള്ള പൊത്തുകളിലാണ് ഇവ കൂടൊരുക്കുന്നത്. പെൺപക്ഷി ഒരു സമയം 12 മുട്ടകൾ വരെ ഇടും. നമ്മളിപ്പോൾ കാണുന്ന പക്ഷികളിലൊക്കെ വീഡിയോ പകർത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ തൃത്താലക്കടുത്ത് ഭാരതപ്പുഴയോട് ചേർന്ന നെൽവയലുകളിൽ നിന്നാണ്. അവിടെയുള്ള പല നെൽവയലുകളും തണ്ണീർത്തടങ്ങളിലും ഈ പക്ഷികൾ മിക്കവാറൊക്കെ വരാറുണ്ട്. ഈ പക്ഷിക്ക് മുഴയൻ താറാവ് എന്ന പേരിന് പുറമെ കൊമ്പൻ താറാവ് എന്നൊരു പേര് കൂടിയുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം താറാവ് വർഗ്ഗക്കാരിലും പക്ഷികളിലൊക്കെ തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളൊരു പക്ഷിയാണ് മുഴയൻ താറാവ്. കാരണം അതിൻ്റെ രൂപവും ഭാവവും എല്ലാം തന്നെ മറ്റുള്ള പക്ഷികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ നിറം കൊണ്ടും ഇതിൻ്റെ വലിപ്പം കൊണ്ടും പറക്കലിൻ്റെ രീതി കൊണ്ടൊക്കെ ഇവയെ മറ്റ് പക്ഷികളിൽ നിന്ന് പെട്ടെന്ന് വേർതിരിച്ചറിയാൻ പറ്റും. ചില ഇനം പക്ഷികളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. എരണ്ട വർഗ്ഗക്കാരിൽ തന്നെ ഏകദേശം ഒരുപോലെ ഒരേ രൂപഭാഗങ്ങളും സാമ്യമൊക്കെയുള്ള നിരവധി പക്ഷികളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ നമ്മുടെ മുഴയൻ താറാവാണെങ്കിൽ ഇതിനൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നല്ല കറുപ്പ് നിറം പുറത്ത് കാണാം, അടിവശം നല്ല വെളുപ്പ് നിറമായിരിക്കും. അതുപോലെ ഇതിൻ്റെ സ്വഭാവ രീതികളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാം. മറ്റ് ചില എരണ്ട വർഗ്ഗക്കാർ പക്ഷിക്കൂട്ടങ്ങളൊക്കെ ആണെങ്കിൽ വളരെയധികം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണെങ്കിൽ വളരെ ശാന്ത സ്വഭാവമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവൻ്റെ ഒപ്പമുള്ള ചൂളൻ എരണ്ട. ചൂളൻ എരണ്ട ഒരു സെറ്റ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇര തേടുന്ന രംഗമാണ്. നമ്മുടെ ഈ മുഴയൻ താറാവും ചൂടനെരണ്ടയും അതുപോലുള്ള മറ്റ് പലവിധ താറാവ് വർഗ്ഗക്കാരും ഇതുപോലെ വെള്ളത്തിൽ തല കീഴായി കിടന്നിട്ട് ഇര തേടാറുണ്ട്. കേരളത്തിൽ പതിവായിട്ട് പക്ഷി നിരീക്ഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ അവരനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എല്ലായ്പ്പോഴും സുലഭമായിട്ട് കാണാൻ കഴിയുന്നൊരു പക്ഷിയല്ല നമ്മുടെ ഈ മുഴയൻ താറാവ്.